ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ കുത്തബ് മീനാറിന് നേരെ പോണത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ദർഗ ഉണ്ടെന്ന്, ആ ദർഗയ്ക്കാണ് പോണത്. അള്ളാഹുവേ, ഒടുക്കത്തെ ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്കിലുണ്ട് ഒരു കുട്ടി, പാവം മുല്ലപ്പൂ വേണോ. അപ്പോൾ എനിക്ക് പാവം തോന്നി, അത് അന്നം തേടിയിട്ടുള്ള യാത്രയില്ലേ. അങ്ങനെ 2 മുഴം വാങ്ങിട്ടോ വീണ്ടും യാത്ര തുടർന്നു. ഇതേതാ പള്ളിയെന്ന് അള്ളാഹു ആലം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിസാമുദ്ദീൻ ദർഗ, അതാണ് ആ ദർഗയുടെ പേര്. അപ്പോൾ അവിടെ എത്തി. വഴിയോരത്തിട്ടുള്ള ഫുഡുകൾ കണ്ടില്ലേ, നല്ല എന്താ പറയുക, ചൂടോടെ ചൂടുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണത്. എന്തെന്ന്, യാചകരുടെ രൂപത്തിൽ ഫുള്ള് ഏറ്റവും കോടീശ്വരന്മാർ ഇവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വെറും തട്ടിപ്പാണ്. പിന്നെ എന്താ പറയുക, ഞാവൾ പിന്നെ അവൈലബിളാണ് ഇവിടെ കേട്ടോ, ഇഷ്ടം പോലെയാണ്. വഴിയോരത്ത് കൂടെ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വിലയില്ലാത്ത പോലെയല്ല. പിന്നെ ഈ വലിയ വലിയ കലങ്ങളൊക്കെ കണ്ടില്ലേ, ഫുഡ് അതിലിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, വൈകുന്നേരത്തേക്കുള്ളതാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ ആളുകൾ വൈകുന്നേരമാണ് ഇവിടെ അധികവും പങ്കെടുക്കണതെന്ന് തോന്നുന്നു. അജ്മീർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ നിസാമുദ്ദീൻ ഒരു ഡൽഹിയിലൊരു പ്രദേശം തന്നെ നിസാമുദ്ദീൻ എന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിസാമുദ്ദീൻ എന്ന് പറയുന്ന പേരിൽ. അങ്ങനെ ഇവരുണ്ടോ, ഇവരിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ചെരുപ്പ് സൂക്ഷിക്കാൻ. ഇവിടുന്ന് അങ്ങോട്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ ഒരാളുടെ ചെരുപ്പിന് 10 രൂപയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് വിളിക്കണു. അവസാനം ഞങ്ങൾ ഇവരുടെ അടുത്ത് ഏൽപ്പിക്കാൻ വിചാരിച്ചു. ഇവർ പറയുന്നുണ്ട് അകത്ത് വാഷ്റൂമുണ്ട്, ഒളു എടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോത്തിനും പൈസയാണ്. അതാണ് ഇവർ എത്രയും നിർബന്ധിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് ചെരുപ്പ് മാത്രം ഞങ്ങൾ ഇവിടെ വെച്ചു. അപ്പോൾ 3 ആളുടെ ചെരുപ്പിനും 30 രൂപ കേട്ടോ. അങ്ങനെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അജ്മീർ കണ്ട അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളും റോസാപ്പൂവ്. ഇഷ്ടംപോലെ ഉണ്ട് റോസാപ്പൂ നേരെ നീട്ടി ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടു. പിന്നെ ഈ പച്ചത്തുണി റോസാപ്പൂവും ഇല്ലാത്ത ദർഗകൾ ഇവിടെ എന്താ പറയുക, അപൂർവമുള്ളൂ കാണാൻ. നല്ല മനോഹരമായ ഗോൾഡ് കളറിലെ വാതിലൊക്കെ ഉണ്ട്. ദർഗയ്ക്ക് പോണ വഴിയാണിത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തുള്ള കച്ചവടക്കാരാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഈ തൊപ്പി നിർബന്ധിക്കുന്നുണ്ട്. അവിടെയൊക്കെ 10 രൂപയാണെങ്കിൽ ഇവിടെ 20-30 രൂപയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല അവർക്ക് കിട്ടും എന്നറിയും, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ പക്ഷേ ഒരു തൊപ്പിയും തലയിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ട് അവർ മുന്നിലും ഞാൻ പുറകെയുണ്ട്. കണ്ടില്ലേ ഈ തട്ടിപ്പുകാർ ഇരിക്കണ കണ്ടില്ലേ. ഇവരെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു സ്ത്രീ, അവർ വന്ന് ആട്ടി വിടണൊക്കെ ഉണ്ട്. പക്ഷെ പോണില്ല. അവരിവിടെ സ്ഥിരമുള്ളതാന്ന് തോന്നുന്നു. അങ്ങനെ ദർഗയിൽ കാണുന്ന അതേ കാഴ്ചകളൊക്കെ തന്നെ. മുസാഫ്, ദസ്വി, പച്ചത്തുണി, പിന്നെ റോസാപ്പൂ കൊട്ട, ഇതൊക്കെ വിൽക്കാനായിട്ട് അകത്തും പുറത്തൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യാചകരുടെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, ആധുനിക കാലത്ത് ഉണ്ടാക്കിയൊരു പള്ളിയാണിത്, ഈ നിസാമുദ്ദീൻ ദർഗ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ചെങ്കോലേന്തിയതായിരുന്നു നിസാമുദ്ദീൻ എന്നാണ്. പിന്നെ എന്താ ആളുകൾ ഇരിക്കണം, എന്താണിത് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മക്കാമും ഖബറുകളും. ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു ലോകമാണ്. ആ ലോകത്തില്ലാത്ത ഒന്നുമില്ല. പ്രത്യേകിച്ച് ദർഗകളിൽ ഓരോരോ ഔലിയാക്കളെ വെച്ചിട്ടാണ്, മഹാന്മാരെ വെച്ചിട്ട് ഇവർ എന്തിനാ അങ്ങനെ. ഇത് ശരിക്കും പറഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ഇത് ബിസിനസ്സാണ്. അന്നത്തെ കാലമൊന്നും അല്ലല്ലോ, ഇന്ന് ബിസിനസ്സാണ്. പിന്നെ എന്താ പറയുക, മുന്നിൽ ഓടുന്നുണ്ട്. റോസാപ്പൂ കൊട്ടക്കാരിങ്ങനെ ഞങ്ങളെ വിളിക്കണമുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് ആധുനിക കാലത്ത് പണി കഴിപ്പിച്ച പള്ളി ഇത് കേട്ടോ. ഇത് ഈ ഒരു വശം പൂട്ടിയിട്ടിരിക്കുകയാണ്, മറുവശമാണ് തുറന്നിരിക്കുന്നത്. ഇതാണ് ഇവരുടെ മക്കാം. ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഉത്തരേന്ത്യയിൽ എന്താ പറയുക, അജ്മീർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആളുകൾ വരുന്ന സ്ഥലമാണിത് കേട്ടോ. അത്രയും ആളുകളുണ്ട് ഇവിടെ. പിന്നെ ഈ വെള്ളമൊക്കെ ഇവർ എത്ര പരിശുദ്ധിയോടെ കുടിക്കണേ. എന്ത് വെള്ളമാണ് അല്ലാഹു ആലം. അത് കുടിച്ചാൽ എന്തോ ഷിഫ ഉണ്ട് എന്നൊക്കെ പറയണത്. പിന്നെ ആളുകൾ കരയണു, അലമുറയിടുന്നു. അവിടെ താമസിക്കാനായിട്ട് കൊട്ടയും വട്ടിയും തുണികളോട്ട് ഇരിക്കണവരുണ്ട്. പിന്നെ എന്താ പറയുക, 1562 ഈ ദർഗ ഇങ്ങനെ പണിതത് എന്നാണ്.
പിന്നെ തർക്ക വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അപാര പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഈ നിസാമുദ്ദീൻ ഔലിയാക്ക് എന്നാണ്. പിന്നെ അജ്മീറിൽ ഒരു ഭരണാധികാരിയുടെ എന്താ പറയുക തീർപ്പ് കൽപ്പിക്കുന്ന ഒരാളായിരുന്നു ഈ പിന്നെ നിസാമുദ്ദീൻ എന്നായിരുന്നു. അപ്പം അങ്ങനെ അവർക്കൊരു പേര് പോലും ഇട്ടിരുന്നു, മഹഫിൽ ഷിക്കാറിന്. അതായത് തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ളവന്. ഇതുണ്ടോ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശനമല്ല, പുറത്തുനിന്ന് പ്രവേശനം. കണ്ടില്ല അതിൻ്റെ ഡോറൊക്കെ എന്താ ഭംഗി. ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ അന്നത്തെ കാലത്ത് ഇതിങ്ങനെ പണി കഴിപ്പിച്ചിന് നമ്മൾ ശരിക്കൊരു എന്താ പറയുക നമിക്കണം അങ്ങനത്തെ ആ ഒരു ശില്പികളെ കേട്ടോ. പിന്നെ അജ്മീർ കണ്ട പോലെ തന്നെ എന്താന്ന് ചുവന്ന ചരടുണ്ട്. പിന്നെ എന്താ പറയുക കമ്പിത്തിരി എന്ന് പറയണേ മറ്റേ എന്താ പറയുക ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ചന്ദനത്തിരി ഇത്രയും കൂട് കത്തിച്ചാൽ ഇത്രയും പ്രതിഫലം ഉണ്ട് എന്നൊക്കെയാണ്. ഓരോരുത്തർ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, തോതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നിന്ദിക്കാനുമില്ല വന്ദിക്കാനുമില്ല. കാരണം എനിക്കെന്തോ ഒരു മനസ്സിലേക്കൊരു വിഷമം. ഇതൊരു ഖബറ്. കാരണം ഇവരുടെ തട്ടിപ്പ് നടക്കണം, അതാണ് വിഷമം. ഇവർ ഓരോ ഔലിയാക്കളെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. എത്ര ആളുകളാണെടോ. ഞാൻ പറഞ്ഞില്ലേ ചന്ദനത്തിരി ഇങ്ങനെ ഇവിടെ കത്തിച്ചാൽ ഇത്രയും പ്രതിഫലമാണെന്നൊക്കെയാണ് കണ്ടില്ലേ. പിന്നെ പല ദേശവും പല ഭാഷയൊക്കെയാണ്. സെയ്ദ് ദാനിയൽ നിസാമി, ഈ നിസാമുദ്ദീൻ്റെ ആരോ ആണ് ഇതെന്നാണ്. അദ്ദേഹത്തിൻ്റെ തലമുറയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെ ചരിത്രങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പെട്ടികളിൽ പൈസ വെച്ചിട്ട് ആ പെട്ടിമ തല വെച്ച് കരയണോ, പെട്ടി ഉമ്മ വെക്കണോ, എന്താ പറയുക പൂക്കളിടണു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ക്യാമറ അലൗഡ് അല്ല എന്ന് എന്നോട് ആരോ പറഞ്ഞു, അതാണ് ക്യാമറ ഇങ്ങനെ അയക്കണത്. പിന്നെ ഇതാണ് നിസാമുദ്ദീൻ റലിന്. ഇതാണ് കണ്ട് അന്നത്തെ ബിരുദത്തിൻ്റെയാണ് ആ തലപ്പാവ് എന്നാണ് പറയുന്നത്. ബിരുദം നേടിയ ആളുകൾക്ക് അന്ന് തലപ്പാവാണ് കൊടുക്കുക എന്നാണ്. ഈ മൂപ്പരെ വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെയും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓരോരോ ഖബറുകൾ. ഇതൊക്കെ ആരുടെ ഖബറാണെന്ന് അറിയില്ല. മനു മുന്നിൽ ഓടി, അല്ലെങ്കിൽ മനു എനിക്കിതൊക്കെ പറഞ്ഞു തരിക. എന്താണെങ്കിലും വിഷമമുണ്ട്. മനു അതാ പോടും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ റൂമിലേക്ക്. അപ്പോൾ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഇവിടുന്നൊക്കെ ആ സെക്യൂരിറ്റി ആ സ്ത്രീ വന്നിട്ട് ഇവരൊക്കെ ആട്ടി വിടുന്നു. പക്ഷെ അതുപോലെ പോയ പോലെ ഇവർ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കും. കണ്ടില്ലേ, കാണണ്ടോ? ഓരോ സ്ത്രീയും കുട്ടിയൊക്കെ വെറുതെ പിന്നാലെ നമ്മളെ പുറകിൽ വന്ന് തൂങ്ങുക. അത്രയും തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൊണ്ടും തട്ടിപ്പാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ റൂമിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ചോറും ചില്ലിയും ദാൽ കറിയും മഷ്റൂം കറിയും ഒക്കെ കൂടി. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.